കർണാടക DGP ഓം പ്രകാശിനെ കൊലപ്പെടുത്തിയത് ഭാര്യയും മകളും ചേർന്നെന്ന് പോലീസ്. ഭാര്യ പല്ലവിയെയും മകളെയും കസ്റ്റഡിയിലെടുത്ത് പോലീസ്. ഇന്നലെ വൈകുന്നേരം 5:30 ഓം പ്രകാശ് കൊല്ലപ്പെട്ടത്. തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെ താനും മകളും ചേർന്ന് ഓം പ്രകാശിന്റെ കണ്ണിൽ മുളകുപൊടി വിതറി കെട്ടിയിട്ടു എന്നാണ് ഭാര്യ പല്ലവി പോലീസിനോട് പറഞ്ഞത്. 10 തവണ കുത്തി എന്നാണ് മൊഴി. കഴിഞ്ഞ 8 വർഷമായി ഇവർ തമ്മിൽ സ്വത്ത് തർക്കം നിലനിന്നിരുന്നു. ഉണ്ടായിരുന്ന സ്വത്ത് മുഴുവൻ മകന്റെയും സഹോദരിയുടെയും പേരിലാണ് ഇദ്ദേഹം എഴുതി വെച്ചിരുന്നത്. ഇതിനെ തുടർന്നാണ് തർക്കങ്ങൾ ഉണ്ടായിരുന്നത്. അതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പറയപ്പെടുന്നു. പല്ലവിയുടെ ഒരു സുഹൃത്താണ് പോലീസിനെ വിളിച്ച് കൊലപാതക വിവരം പറയുന്നത്. പല്ലവി കൃത്യത്തിന് ശേഷം പല്ലവിയുടെയും ഓം പ്രകാശിന്റെയും ഓരോ സുഹൃത്തുക്കളെ വിളിച്ച് താൻ ആ ചെകുത്താനെ കൊന്നു എന്ന് പറയുകയുണ്ടായി. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഓം പ്രകാശിനെയാണ് പോലീസ് വീട്ടിലെത്തിയപ്പോൾ കണ്ടത്. അടുത്തുനിന്ന് തന്നെ കൊലപാതകത്തിന് ഉപയോഗിച്ച 2 കത്തികളും കണ്ടെത്തി. 2 കത്തികൾ കണ്ടെത്തിയതോടെ ഒരാളല്ല കൃത്യം ചെയ്തതെന്ന് പോലീസ് സംശയിച്ചു. ആദ്യഘട്ടത്തിൽ ഭാര്യ താൻ ഒറ്റയ്ക്കാണ് കൃത്യം നടത്തിയതെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം മകളും ഒപ്പമുണ്ടായിരുന്നു എന്ന കാര്യം പല്ലവി സമ്മതിച്ചിരുന്നു. ആദ്യം കണ്ണിൽ മുളകുപൊടി വിതറി, ശേഷം ശരീരത്തിൽ എണ്ണ ഒഴിച്ചു കെട്ടിയിട്ടുവെന്നും അതിനുശേഷം കൃത്യം നടത്തിയെന്നും പല്ലവി പറയുന്നു. 10 തവണയാണ് കുത്തിയത്. സ്വയം രക്ഷാർത്ഥമാണ് കൃത്യം നടത്തിയതെന്നാണ് പല്ലവി പറയുന്നത്. സ്ഥിരമായി തങ്ങളെ ഓം പ്രകാശ് തോക്കു ചൂണ്ടി കൊലപ്പെടുത്തും എന്ന് ഭീഷണിപ്പെടുത്തുമായിരുന്നു എന്ന് പല്ലവി പറഞ്ഞു. ഇതിനു മുൻപ് തങ്ങളെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് പല്ലവി കേസ് കൊടുത്തിരുന്നു. ഒപ്പം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയിരുന്നു. എന്നാൽ പരാതിയിന്മേൽ യാതൊരു നടപടിയും പോലീസ് സ്വീകരിച്ചിരുന്നില്ല. ഇപ്പോൾ പോലീസ് കൃത്യമായ ഒരു അന്വേഷണത്തിനാണ് തയ്യാറെടുക്കുന്നത്. തെളിവുകൾ മുഴുവൻ ശേഖരിക്കുകയാണ് പോലീസ്. മുൻ DGPയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറായിട്ടുണ്ട്. മകനും സഹോദരിയുമൊക്കെയാണ് മൃതദേഹം ഏറ്റുവാങ്ങാനായി എത്തിയത്. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഓം പ്രകാശ് തന്നെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന് പല്ലവി ചില സുഹൃത്തുക്കളെ വാട്സപ്പിലൂടെ അറിയിച്ചിരുന്നു. അതേസമയം പല്ലവി തന്നെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന് ഓം പ്രകാശും ചില സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. താൻ ഏതെങ്കിലും സാഹചര്യത്തിൽ മരിക്കുകയാണെങ്കിൽ അതിന് കാരണം പല്ലവി ആയിരിക്കുമെന്നും ഓം പ്രകാശ് ചില സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. 68 വയസ്സുകാരനാണ് ഓം പ്രകാശ്. ബീഹാറിൽ നിന്നുള്ള ആളാണ്. 1981 IPS ബാച്ച് ഉദ്യോഗസ്ഥനാണ്. 2015 മുതൽ 2017 വരെ കർണാടകയിലെ DGP ആയിരുന്നു. കേസന്വേഷണം തുടരുകയാണ്.